ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഹേ ഗൈസ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ കാരണം ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് നോക്കിയതായിരുന്നു. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. കുറേ പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട ഏതാ മൈക്കിൻ്റെ റിവ്യൂ പറയുമോ എന്നൊക്കെ. കുറച്ച് ആൾക്കാർക്ക് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു സ്വന്തം വാങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി വീണ്ടും വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. സംഭവം ഒരു ബേസിക് മൈക്കാണ്. ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ ആണ് കേട്ടോ ഇത്. പൊതുവേ മൈക്കിനൊക്കെ അത്യാവശ്യം വില ഉള്ളതാണ്. അപ്പം നമ്മൾ കുറേ സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഒരു നല്ല മൈക്ക് വാങ്ങാൻ. ഇത്രയും ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരു പൈസക്ക് ഇത് വേർത്താണെന്ന്. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ മൈക്കിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംഭവം യൂസ് ചെയ്യാനും ഈസി ആയിട്ട് ഉള്ളൊരു മൈക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഈ രണ്ട് മൈക്കിലും ഫിറ്റ് ചെയ്യാനുള്ള 2 കവർ ഉണ്ട് കേട്ടോ. ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് 2 കണക്റ്റിംഗ് പിന്നാട്ടോ. ഒന്ന് ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ളതും മറ്റത് സി ടൈപ്പ് ഉള്ള 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെ ഐഫോൺ ലേറ്റസ്റ്റ് ഒക്കെ സി ടൈപ്പ് ആണല്ലോ വരുന്നത്. പിന്നെ ഉള്ളത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ ഒരു കണക്റ്റിംഗ് വയറാണ്. ഇത് നമുക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ മൈക്ക് നമുക്ക് ക്യാമറയിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ സി ടൈപ്പ് ആണ് വരുന്നത് ഫോണ്. അപ്പോൾ ഞാൻ സി ടൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യെല്ലോ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് പ്രസ് ചെയ്ത് കുറച്ചു നേരം പിടിക്കുമ്പോൾ അത് ഓൺ ആയിട്ട് വരും. ഈ മൈക്കും സെയിം യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഓൺ ആക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലത്തെ നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാനിത് ഓൺ ആക്കിയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് കാര്യം നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ബ്ലൂ ലൈറ്റ് ഓൺ ആയത് കണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. നേരത്തെ വോയിസ് ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വോയിസ് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രൈസിന് ഇത്രയും ബേസിക് മൈക്കാണോ എന്ന് വിചാരിക്കും. പക്ഷേ മൈക്കിന് പൊതുവേ നല്ല പൈസയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചതിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള മൈക്കാണ്. വലിയ പൈസ ഇല്ലാണ്ട്. അപ്പോൾ ഓക്കെയാണ്, കുറച്ച് കാലൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ, സംഭവം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബോക്സിൽ ഈ സൈഡിൽ നമ്മുടെ നേരത്തെ ഞാൻ ചാർജിങ് കേബിൾ കാണിച്ചു തന്നല്ലോ, ആ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിയൊക്കെ യൂട്യൂബൊക്കെ ഉള്ളവർക്ക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.